Good morning. Good morning, teacher. Good morning, teacher. Good Morning. Morning, teacher. morning. Good morning. Good morning, teacher. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. Yes, ma'am. കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഓണം? നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? ഓണം നബിദിനവും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ? റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ചൊല്ലട്ടെ ടീച്ചറെ? ചെയ്തോളൂ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ശക്തിയും വിവേകവും തരേണമേ ദയാലിതേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ടീച്ചർ, ഇവിടെ സൗണ്ടിന്റെ അവിടെ ഹലോ. പ്രയർ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ചെയ്യാൻ ആളില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതാണ് സൈൻ ഇൻ എന്ന്. ഏഷ്യൻ സോങ് മതിയോ മാഡം? എന്താ? സോങ് മതിയോ ഏതെങ്കിലും? മതി. മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചെക്കിപ്പൂച്ചക്ക് ചക്കരതിന് നീവി മോദിച്ചല്ലോ. മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചെക്കിപ്പൂച്ചക്ക് ചക്കരതിനാനി നീവി മോദിച്ചല്ലോ. അത് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല. അവ ഇങ്ങനെ 4 സോങ് പറ്റുള്ളൂ. 4 മതി. മതി. ഓക്കെ, സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി തോട്ട് ആരാണ്? തോട്ട് ഓഫ് ദ ഡേ തോട്ട് പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ. Education prepares you for the future. ഓക്കെ, അപ്പൊ ഇന്നലെ ജിഷ മിസ് ഒക്കെ അറിയായിരുന്നല്ലേ ക്ലാസ്സില്? ജിഷ മിസ്സിനെ പരിചയപ്പെട്ടില്ലേ? യെസ് മാം. പരിചയപ്പെട്ടല്ലേ? മിസ് എന്തെങ്കിലും ചാപ്റ്റർ എടുത്ത് തുടങ്ങിയായിരുന്നോ നിങ്ങൾക്ക്? കുറച്ച് ചർച്ചയേ ഉള്ളൂ. പിന്നെ ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. എടുത്ത് തുടങ്ങിയായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ? ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞോളൂ. ഓക്കെ. ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റോറി പറയാമെങ്കിൽ സ്റ്റോറി പറയാം, പാട്ട് പാടാം, റൈംസ് ചെയ്യാം. ഞാനൊരു ആക്ഷൻ സോങ് പാടാം.
ഓക്കെ. The grass is green, the sky is blue, the clouds are too, the sun is yellow, the trees are brown. The leaves are red when falling down. The sunset is yellow, the air is clear. What a colorful world we have right here. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. അത് തമ്പയോ കൈയടിക്കുകയോ ഇമോജീസ് ഇടുകയോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ജിഷാമിസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ എടുക്കുന്നില്ല. തേർഡ് ചാപ്റ്റർ എടുത്താൽ മതിയോ? നിങ്ങൾ പറയൂ, ഏത് ചാപ്റ്റർ എടുക്കണ്ടേ? തേർഡ് ചാപ്റ്റർ എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ജിഷാമിസ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, തേർഡ് ചാപ്റ്റർ മതി മാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. യൂണിറ്റ് 3 ആണ് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ? കയ്യിൽ കിട്ടിയോ? കയ്യിൽ കിട്ടിയിട്ടില്ല മാം, നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ അത് നോക്കുക കേട്ടോ, അത് വായിച്ചു നോക്കുക. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്ന കാര്യങ്ങള് ഒന്ന് ശ്രദ്ധിക്കാം, പിന്നെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളും കാര്യങ്ങളൊക്കെ, അതായത് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴൊന്ന് നോട്ട് ചെയ്തെടുക്കുക. മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളും പറയണമെന്ന്, അല്ലെ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന നോളജസ് അതൊക്കെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് 3 ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ആ ഒരു ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക. ജസ്റ്റ് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്താൽ മതി. ദെൻ ഞാൻ ഒരാളോട് വായിക്കാനായിട്ട് പറയും. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞോളൂ. മാം, ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വാങ്ങണം? ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. അതാ, അതിന്റെ ഇത് കിട്ടിയിട്ടുണ്ടോ ഗൂഗിൾ ഇതില്? ഏത് ടെക്സ്റ്റ് ബുക്ക്? കോൺടാക്ട് ചെയ്താൽ മതി, ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങൾക്ക് അവിടെ നിന്ന് എത്തിച്ചു തരും. ഓക്കെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട്. റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താ മനസ്സിലായത് വായിച്ചപ്പോ? കുട്ടികൾക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ട ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒക്കെ അല്ലേ? കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട
അതായത് പോഷകാഹാരങ്ങൾ, ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പോ കുട്ടികൾക്ക് നമുക്കറിയാം, വളരുന്ന കുട്ടികൾക്ക്, അതായത് അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവർ ജനിച്ചു കഴിഞ്ഞ് അവരുടെ ഓരോരോ, നമുക്കറിയാം 6 മാസം വരെ എന്തായാലും ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അല്ലെ. കുറുക്കുകളായിട്ട് കൊടുക്കും, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുത്ത് പിന്നീട് 1 വയസ്സ് കഴിയുമ്പോഴും 2 വയസ്സ് കഴിയുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഓരോരോ സ്റ്റേജില് ഓരോരോ ഭക്ഷണ രീതികള് അല്ലെങ്കിൽ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജുകളായിട്ടാണ് അത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ അല്ലെ? മനസ്സിലായി മാം. അപ്പോ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും ഫുഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ. നമ്മള് ജീവിച്ചിരിക്കാനായിട്ട് അല്ലെ, നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചേ മതിയാവും. ഫുഡ് കഴിക്കാതിരിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഫുഡ് കഴിക്കാതെ പറ്റില്ല അല്ലെ. ഫുഡ് കഴിക്കണം. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് എനർജി നൽകുന്ന ഒന്നാണ് അല്ലെ. നമ്മൾ ഏതൊരു ജോലി ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഉണർന്നിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനും ഫുഡ് ആവശ്യമാണ്. ഫുഡ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അത് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ വലിയവർക്കാണെങ്കിലും ഫുഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫുഡ് കഴിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ വെറുതെ ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല, ആ ഫുഡിൽ ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ ആ ഫുഡിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയായിരിക്കണം ഫുഡ് കഴിക്കേണ്ടത്? പ്രോട്ടീൻ അളവുള്ള ഫുഡ് ആയിരിക്കും. എന്താണ്? കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കൊടുക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് കഴിക്കുള്ളൂ. ഫാത്തിമ പറയും. ഫാത്തിമ ആൻസിനോട് ഞാൻ കൂടുതൽ ചോദിക്കാം. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് മാത്രമാണോ? അല്ല, വലിയ മുതിർന്നവർക്കും അതേപോലെ. വലിയവർക്കും അല്ലേ? കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് കുട്ടികൾ കഴിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം. നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനുണ്ടോ? എല്ലാവരും കൃത്യസമയത്താണോ ഭക്ഷണം കഴിക്കുന്നത്? എത്ര പേര് ബ്രേക്ക്ഫാസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ സ്കിപ്പ് ചെയ്തിട്ടില്ല? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, ഉറപ്പാണോ? കഴിച്ചിട്ടുണ്ട് അല്ലേ? നല്ല കുട്ടികള്. അപ്പോ നമ്മള് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം രാവിലെയും, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം ഉച്ചയ്ക്കും, വൈകുന്നേരം കഴിക്കേണ്ട ഭക്ഷണം വൈകുന്നേരവും കഴിക്കണം. അപ്പൊ കൃത്യസമയം പാലിക്കണം. അതാണ് നമ്മൾ ആദ്യം കഴിക്കുന്നതിന് പ്രോപ്പറായിട്ട് ഒരു സമയം നമ്മൾ ചെയ്യുക. അത് ഭക്ഷണം കഴിക്കുന്നതിന് മാത്രമല്ല കേട്ടോ, മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. മൈക്ക് ഓൺ ആണല്ലോ. ഓക്കെ, അപ്പോ എന്താ പറയാ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക. ഇത് 3 ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ബെനിഫിറ്റ്? നല്ല ഹെൽത്തി ആയിട്ട് ായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ കുറെ അധികം ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പണം ഉണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് റിലേറ്റീവ്സ് ഒക്കെ കൂടുതൽ ഉണ്ടാകാം, ഭയങ്കര ജോളി ആയിട്ടുള്ള ലൈഫായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവോ? എപ്പോഴെപ്പോഴും ഹോസ്പിറ്റൽ കേസ് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടോ? പണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലോ ഒന്നും തന്നെ കാര്യമില്ല. നമുക്ക് ഹെൽത്ത് വേണം. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഹെൽത്ത് എന്ന് പറയുന്നത്, അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്.
വേറെ ആർക്കെങ്കിലും നമ്മളെ കുറിച്ച് അവയർനെസ് ഉണ്ടോ? നമ്മളെ കുറിച്ച് ബോധവാന്മാരാണോ മറ്റുള്ളവര്? അല്ല. അല്ല അല്ലെ? നമ്മൾ തന്നെയാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത് അല്ലെ? നമ്മുടെ ഹെൽത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെ തന്നെ സംരക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ബോഡിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് കൂടുതലായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് സൈക്കോളജി പറയുന്നതാണ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും മടി പിടിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലച്ചോറ് നമ്മളെ കൊണ്ട് അധികം കട്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കില്ല. ചെയ്യിപ്പിച്ചാൽ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. എന്തുകൊണ്ടാണ്? ന്യൂട്രിയൻസിന്റെ അതായത് സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബ്രെയിന് എപ്പോഴും സുഖമായിട്ടിരിക്കാനാണ്. ഒരു ജോലി ചെയ്യാതെ കിടന്നുറങ്ങാനും വെറുതെ ഭക്ഷണം കഴിക്കാനും അങ്ങനെ ജോളിയായിട്ട് പോകാനാണ് നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ ആ ബ്രെയിനിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങള് അതിനോട് എന്ത് ചെയ്യും? ആജ്ഞാപിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, രാവിലെ എണീക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ വർക്കുകൾ ഉണ്ട് ധാരാളം, അത് ചെയ്യണം. അപ്പൊ നമ്മുടെ ബോഡിയെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അത് ഡെയിലി ചെയ്തോളൂ. ഈ നമ്മൾ ചില എടുത്ത് കേൾക്കാറുണ്ട്, 21 ദിവസം ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് തുടരെ, അതായത് കൂടുതൽ കാലം ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? അത് ഈ ബ്രെയിന്റെ സൈക്കോളജിയാണ്. ബ്രെയിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ബ്രെയിൻ എപ്പോഴും സുഖമായിട്ടിരിക്കാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ബോഡിയാണ്, നമ്മൾ നിശ്ചയിക്കണം നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, എന്തൊക്കെ ആഹാരം കഴിക്കണം, അതിനെങ്ങനെയാണ് നമുക്ക് നല്ല ഭംഗിയുള്ളതാക്കാൻ പറ്റുക. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മാത്രമാണ് നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആവുള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സ്വന്തം ശരീരം സൂക്ഷിക്കേണ്ടത്? അപ്പോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകള്, 30 കഴിഞ്ഞ സ്ത്രീകള് ഡോക്ടേഴ്സ് പ്രത്യേകം പറയാറുണ്ട്, 30-നും 35-നും ഇടയിലുള്ള സ്ത്രീകള് അവരോട് എക്സസൈസ് ചെയ്യാൻ പറയാറുണ്ട്. എക്സസൈസ് ചെറുതായി ചെയ്ത് തുടങ്ങണം, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്ന് പറയാറുണ്ട് ഡോക്ടേഴ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? മസിൽസ് വീക്ക് ആവും. മസിൽസ് വീക്ക് ആവും. അതായത് എബോവ് 30s, അതായത് 30 കഴിയുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ വരും അല്ലെ? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ 30 കഴിഞ്ഞ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെ മാറ്റങ്ങളാണ്. 20കളിൽ കണ്ട ശരീരമാണോ എന്റേത്, അല്ലെങ്കിൽ 25 കണ്ട ശരീരമാണോ? ആണോ? ഒരിക്കലും അല്ല. ഭൂരിഭാഗം ചില മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാം. അത് അവരുടെ ചിലവർക്ക് ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള മെലിഞ്ഞ ശരീരം, അങ്ങനെയുള്ള ബോഡി ടൈപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും 30 കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് അവരുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു, ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. അതിനനുസരിച്ച് അവരുടെ മസിൽ ലോസ് ആവുന്നു അല്ലെ? മസിൽ വീക്ക് ആവുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അധികം ദൂരം നടക്കാൻ വരെ പറ്റിയെന്ന് വരില്ല. കുറെ അധികം ദൂരം ചിലപ്പോ നടക്കുമ്പോൾ കിതയ്ക്കുന്നു, അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണം, അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ ഫിസിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് നമ്മളെ അലട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് തരും. അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, നിങ്ങൾ എക്സസൈസ് ചെയ്യുക കുറച്ചു നേരം, അതുപോലെ തന്നെ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറയും. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടേഴ്സ്? ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. അതായത് ഈ 30 കഴിയുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഈ ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നം കൊണ്ടൊക്കെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കിട്ടിയാൽ പോലും
എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കും അവരെ അലട്ടുന്നത്. അതിങ്ങനെ ഒരു ഓവർ തിങ്ക് ചെയ്യും, ഭയങ്കരമായിട്ട് ഇങ്ങനെ വിചാരിച്ച് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പൊ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടും. സ്ട്രെസ് ലെവൽ കൂടുന്നത് വഴി നമ്മുടെ ഒരു ഹോർമോൺ ഉണ്ട്, അതൊരു ബാഡ് ഹോർമോൺ ആണ്, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓവർ വെയിറ്റ് ആകുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നത്, എല്ലാത്തിനും മടി അനുഭവപ്പെടുന്നതൊക്കെ ഈ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായല്ലേ? അപ്പൊ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ്, അല്ലെ? കുറെ അധികം വർഷങ്ങൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ടോ? ജീവിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് ഏജ്ഡ് ആവുകയും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരികയും ചെയ്താല് നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? നമ്മൾ എപ്പോഴും അസുഖം, എപ്പോഴും മരുന്ന്, ഹോസ്പിറ്റല്, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പോവുക. അപ്പൊ നമ്മൾ കാലേ കൂട്ടി അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം ഹെൽത്തി ആയിട്ട് ഫാമിലിയോടൊപ്പം ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡിനെ കുറിച്ച് പറയാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്താണ് വിദ്യ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മൈക്ക് ഓൺ ആണ്, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ടെക്സ്റ്റ് ബുക്കിലോട്ട് ഞാൻ പോയിട്ടില്ല, അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്, അല്ലെ? ന്യൂട്രിയസ് കണ്ടന്റ് ഉള്ള, അതായത് പോഷകാഹാര മൂല്യമുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് കണ്ടന്റ് നമ്മുടെ ബോഡിയുടെ വളർച്ചയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അതറിയാം, നമ്മുടെ കുഞ്ഞായിരിക്കുന്ന ഒരു കൊച്ച്, അതായത് ഒരു കുഞ്ഞു കുട്ടി ഓരോ സ്റ്റേജിനനുസരിച്ച് എന്താണ് വളർന്നുകൊണ്ടിരിക്കുവാണ്, അല്ലെ? അവന് വളരാൻ ആവശ്യമായിട്ട് എന്ത് വേണം? അവന്റെ പ്രായത്തിനനുസരിച്ച് വളർച്ച ഉണ്ടാവണമെങ്കിൽ എന്താണ് ആവശ്യം അവന്? പോഷകാഹാരം നിറഞ്ഞ ഒരു ഭക്ഷണക്രമമായിരിക്കണം അവൻ പാലിക്കേണ്ടത്, അല്ലെ? അപ്പൊ ബോഡിയുടെ വളർച്ച അല്ലെങ്കിൽ ബോഡിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണത് ഈ ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട്, നമ്മൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഇരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ റീപ്രൊഡക്ഷൻ, അതായത് നമ്മുടെ ശരീരത്തില് റീപ്രൊഡക്ഷൻ ഓർഗൻസ് ഉണ്ട്, അല്ലെ? ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും എന്താണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ നിലനിൽപ്പിന്, അല്ലെ, സ്ത്രീകൾക്കാണെങ്കിലും ഇപ്പോ എന്താണ് മെൻസ്ട്രേഷൻ വരുന്നതും അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യവും ഇവർക്കൊക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആവശ്യമാണ്. ചിലർക്ക് മെൻസ്ട്രേഷനിൽ ചില വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് വരാം, ഇല്ലേ? അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രീഷ്യസ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തില് ഓരോ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ് ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഫുഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇതിനെ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും പോഷകാഹാരം ആവശ്യമാണ്. ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഫുഡ് ചെന്നാൽ മാത്രമാണ് നമ്മളുടെ ശരീരത്തിന് പല പ്രവർത്തനങ്ങളും നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ്, അതിനെ പറയുന്ന പേരാണ് മാക്രോ ന്യൂട്രിയൻസ് കേട്ടോ.
മാക്രോ ന്യൂട്രിയൻസ്. ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളെ മാക്രോ ന്യൂട്രിയൻസ് എന്നും ഏറ്റവും ചെറിയ അളവിൽ, അതായത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ചെറിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായല്ലേ? ഓക്കെ. അപ്പോ കൂടുതൽ അളവിൽ ആവശ്യമുള്ളതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്. അതായത് നമ്മുടെ ശരീരം എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്ന ഫുഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്ന ആളാരായിരിക്കും? ഏതാണ്? അല്ല അല്ല, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആളാണ് ആര്? കാർബോഹൈഡ്രേറ്റ്. നിങ്ങളൊന്ന് ഓർത്തു ശരിയാണോ അല്ലയോ എന്ന്? അതായത് ഒരു പ്ലേറ്റിൽ ചോറും മീൻകറിയും തോരനും സാമ്പാറും ഒക്കെ ഇരിക്കുന്നു, ഒരു പ്ലേറ്റിൽ പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇരിക്കുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവപ്പെടുന്നു. നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുക? ചോറ്. അതായത് നമ്മുടെ വയറിനെയും നമ്മുടെ മനസ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആളാണ് ആര്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് ചോറിൽ നിന്ന് കിട്ടും, അരിയാഹാരങ്ങളിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ മറ്റു പല ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? കാർബോഹൈഡ്രേറ്റ് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോ അത് മാക്രോ ന്യൂട്രിയൻസിൽ പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ ആളാണ് പ്രോട്ടീൻ. കേട്ടിട്ടുണ്ടല്ലോ പ്രോട്ടീൻ. പ്രോട്ടീനും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ നമ്മുടെ പ്രോട്ടീനും ഉൾപ്പെടുത്തുക അല്ലെ. നമ്മള് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ, അത് വരുന്നുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തേതെന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസിൽ കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, പിന്നീട് പ്രോട്ടീൻ വരുന്നുണ്ട്, പിന്നീട് ഫാറ്റ് വരുന്നുണ്ട്. ഫാറ്റ് എന്ന് പറയുന്നത് നല്ല ഫാറ്റ് ആണ് കേട്ടോ. നല്ല ഫാറ്റുകൾ ഉണ്ട്, ട്രാൻസ് ഫാറ്റ് അല്ല, അതായത് കൺവേർട്ട് ചെയ്യുന്ന ഫാറ്റുകളല്ല, നല്ല രീതിക്കുള്ള ഫാറ്റുകൾ ഉണ്ട്. ഗീ, അതുപോലെ ബട്ടർ, അതൊക്കെ ചെറിയ അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോ ഫാറ്റ്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, 2 ഫാറ്റ് പറഞ്ഞു, പിന്നെ 2 പ്രോട്ടീൻ, പിന്നെ 3 ഫാറ്റ്. പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അടുത്തത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നമ്മൾ വളരെ ചെറിയ അളവിലാണ് ഇത് കഴിക്കുന്നത്, എന്നാൽ ബോഡിക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എന്തായിരിക്കും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, വൈറ്റമിൻസും മിനറൽസുമാണ് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വൈറ്റമിൻസ് ഒക്കെ നമുക്ക് എതിന്നാ കിട്ടുക, മിനറൽസ് ഒക്കെ എതിന്നാ കിട്ടുക? കൂടുതല് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, വൈറ്റമിൻസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഒന്ന് ഫാറ്റ് സൊല്യൂബിൾ, ഒന്ന് വാട്ടർ സൊല്യൂബിൾ. വെള്ളത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും. കേട്ടിട്ടുണ്ടോ? അല്ലേ? അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ കാര്യം ഞാൻ പറയാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. വൈറ്റമിൻസും മിനറൽസും ആണ് മൈക്രോ ന്യൂട്രിയൻസിലുള്ളത്. ഇനി മിനറൽസിൽ തന്നെ 2 തരമുണ്ട്. മാക്രോ മിനറൽസും ഉണ്ട്, മൈക്രോ മിനറൽസും ഉണ്ട്. ഓക്കെ, എന്താണ് മാക്രോ മിനറൽസും മൈക്രോ മിനറൽസും? അതിനകത്ത് മാക്രോ മിനറൽസിൽ വരുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഇത്രയും കാര്യങ്ങൾ എന്താണ്? മാക്രോ മിനറൽസ് ആണ് കേട്ടോ. ഒന്നും കൂടി പറയാൻ ഞാൻ, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സൾഫർ. ഇത്രയും കാര്യങ്ങൾ മാക്രോ മിനറൽസ് ആണ് കേട്ടോ.
ഓക്കെ. അടുത്തതാണ് മൈക്രോ മിനറൽസ്. മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അയൺ വരും. അയൺ. ഓക്കെ. അയണിന്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗം എന്താ? അയൺ അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അനീമിയ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, അതുപോലെ അയഡിൻ, അതുപോലെ സെലീനിയം, കോപ്പർ, ഇങ്ങനെയുള്ള സാധനം, ഇങ്ങനെയുള്ളതൊക്കെ എന്തിലാണ് വരുന്നത്? അത് മൈക്രോ മിനറൽസിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പോ ന്യൂട്രിയൻസിനെ കുറിച്ച് പറഞ്ഞു, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും പറഞ്ഞു. അതിൽ തന്നെ നമ്മള് വൈറ്റമിൻസിന്റെ പറഞ്ഞു, മിനറൽസിന്റെ പറഞ്ഞു. മിനറൽസിൽ മാക്രോ മിനറൽസും മൈക്രോ മിനറൽസും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെയാണല്ലേ? വൈറ്റമിൻസിന്റെ വെള്ളത്തിൽ അലിയുന്ന ആ രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. ഒന്ന് ഫാറ്റ് സൊല്യൂബിൾ, രണ്ട് വാട്ടർ സൊല്യൂബിൾ കേട്ടോ. അത് രണ്ടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ മിസ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇനി വരുമ്പോ പറയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആളാണ് സൊല്യൂബിൾ ആണോ സൊല്യൂഷൻ ആണോ പറഞ്ഞത്? ക്ലിയർ ആയില്ല. സോല്യൂബിൾ. സൊല്യൂബിൾ. സോല്യൂബിൾ. വാട്ടർ സോല്യൂബിൾ. മൈക്രോ മിനറൽസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ ന്യൂട്രിയൻസോ? മൈക്രോ മിനറൽസ്, സോറി. മൈക്രോ മിനറൽസോ? ഓക്കെ. അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, അയഡിൻ, സെലീനിയം. സോഡിയം മാക്രോ ഇല്ല. സോഡിയം മാക്രോ ആണ് കേട്ടോ. സോഡിയം മാക്രോ ആണ്. സെലീനിയം ആണ്. അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, അയഡിൻ ഉണ്ട്, സെലീനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഓക്കെ. ഇത് കുറച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ട്, ഇതിലും കൂടുതലുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആളാണ് വാട്ടർ. എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത? നമ്മൾ വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കണം അല്ലേ? കുടിക്കണം. വെള്ളത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? വാട്ടറിന്റെ ഡ്യൂട്ടി ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യും. പ്യൂരിഫിക്കേഷൻ. ഹൈഡ്രേറ്റ് ചെയ്യും അല്ലെ? ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ പ്യൂരിഫിക്കേഷൻ. ഓക്കെ. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്നത്? വെയിറ്റ് ലോസ് ആവും. നമുക്ക് വെയിറ്റ് ലോസ് ആവും. വെയിറ്റ് ലോസ് ആവും. കുറച്ച് സ്കിൻ ഗ്ലോ ഉണ്ടാവും അല്ലെ? ഓക്കെ. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. യൂറിൻ ഇൻഫെക്ഷൻ മാറും. കിഡ്നി സ്റ്റോൺസ് പ്രിവെന്റ് ചെയ്യും. കിഡ്നി സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ പ്രഗ്നന്റ് ലേഡീസ് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാല് നല്ലതാണ് അല്ലെ? ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ്സ് ആർക്കുണ്ട്? വാട്ടറിന് ഉണ്ട്. ഓക്കെ. അപ്പോ ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ ഈ വാട്ടർ എന്ന് പറയുന്ന ഫാക്ടർ ന്യൂട്രിയൻസിനെ സെല്ലിലേക്ക്, അതായത് നമ്മുടെ കോശങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഓരോന്നിനും, അതായത് നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് കോശങ്ങളാൽ നിർമ്മിതമാണ് അല്ലെ? എല്ലാ ജീവിജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമ്മൾ ബയോളജിയിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളുണ്ട്, ഒരു സെല്ലുകളുണ്ട് അല്ലെ? അപ്പൊ ഈ സെല്ലുകളിലേക്ക് ന്യൂട്രിയൻസിനെ, അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ന്യൂട്രിയൻസിനെ വിഘടിപ്പിച്ച്, അതായത് ഡിവൈഡ് ചെയ്ത് മാറ്റിയിട്ട് ആ സെല്ലുകളിലേക്ക് ഈ ന്യൂട്രിയൻസിനെ എത്തിക്കുന്നത് വാട്ടറിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ വാട്ടർ ആണ് സെല്ലുകളിലേക്ക് ന്യൂട്രിയൻസിനെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനുകൾ, അതായത് വേസ്റ്റുകൾ, മാലിന്യങ്ങള്, ഇപ്പൊ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാല് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അല്ലെ? ചായ കുടിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്തുകൊണ്ടാണ് രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നത്? മാലിന്യത്തെയൊക്കെ പുറത്തു തള്ളും. നമ്മുടെ ഹെൽത്ത് നന്നായിരിക്കാൻ. അതായത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു ചേർന്നിട്ടുള്ള, അതായത് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് റിപ്പയറിംഗ് വർക്കുകൾ നടക്കുക ബോഡിയിൽ. അതറിയാമോ? രാത്രിയിലാണ്
എല്ലാ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിപ്പയറിംഗ് വർക്കുകളും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പൊ അതിനുശേഷം ചില ടോക്സിനുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട്, അത് യൂറിനായിട്ടും അതുപോലെ തന്നെ വിയർപ്പായിട്ടും ഓക്കെ റിമൂവ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളെ പുറന്തള്ളുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ചൂട് അത് നിലനിർത്തുന്നതിനും എന്താവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്. മനസ്സിലായോ? മനസ്സിലായി. എഴുതിയെടുത്തോ, മനസ്സിലായി. ഇതൊന്ന് എഴുതിയെടുത്തോളൂ. വാട്ടർ നിന്ന് ഹെഡിങ് കൊടുക്കുക, സബ് ഹെഡിങ് കൊടുക്കുക. വാട്ടർ. നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ പുറന്തള്ളുന്നതിനും പിന്നെ എന്തിനായിരുന്നു? ബോഡി ന്യൂട്രിയൻസ് ചെയ്യുന്നതിന് സെല്ലിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഡൈജഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഞാനിപ്പോ പറഞ്ഞുതരാം, അതൊന്ന് എഴുതിയെടുത്തോളൂ. വാട്ടർ എന്നിട്ട് എഴുതി തുടങ്ങാം. ക്യാരി ന്യൂട്രിയൻസ്, ക്യാരി ന്യൂട്രിയൻസ്. എന്താ വാട്ടറിന്റെ അല്ലേ പറയുന്നുണ്ട്? വാട്ടറിന്റെ പറയുന്നത് കേട്ടോ, വാട്ടറിന്റെ പറയുന്നത്. ക്യാരി, CARRY, ക്യാരി ന്യൂട്രിയൻസ് to all cells, to all cells flush out, flush out, flush out. സെക്കൻഡ് പോയിന്റ് ആണോ? അല്ലല്ല, അതിന്റെ കൂടെ തന്നെ ഉള്ളതാ, കൂടെ തന്നെ എഴുതി പോവാട്ടോ. Flush out toxin and waste. Toxic and waste. Flush out toxin and waste. Waste. Okay. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ and improve digestion. എഴുതിയോ? ഓക്കെ. അപ്പൊ ഇതാണ് വാട്ടറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് വെള്ളം എന്നിപ്പോ മനസ്സിലായോ? എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്? നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് കേട്ടോ. ഒരു 3 ലിറ്റർ വെള്ളം വരെ ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അത് സിപ്പ് ചെയ്ത് കുടിക്കുക. അങ്ങനെ ചില, അതായത് നമ്മൾ വായ തുറന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കമത്തുക, അങ്ങനെ ഒരിക്കലും കുടിക്കാനായിട്ട് നമുക്ക് എന്ത് സിപ്പ് ചെയ്ത് കുടിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ലത് അതാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, അപ്പൊ ന്യൂട്രീഷനെ കുറിച്ച് അതുപോലെ ഫുഡിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ എല്ലാവരും ബാലൻസ്ഡ് ഡയറ്റ് ആണോ ഫോളോ ചെയ്യുന്നേ? അല്ല, അല്ല, അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ട്. അത്യാവശ്യത്തിന് ശ്രദ്ധിക്കാറുണ്ട്. ഡയറ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ബാലൻസ്ഡ് ഡയറ്റ് ആണ് കേട്ടോ. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാല് ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി കഴിക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ശരിയായിട്ടുള്ള അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പുകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് 7 കമ്പോണൻസ് ആണ് വേണ്ടത്. അതിനകത്ത് വാട്ടർ ആണ് ഒരാള് കേട്ടോ. വെള്ളം വേണം. വെള്ളം ശരിയായിട്ടുള്ള രീതിയിൽ കുടിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻ, ഡൈജഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തു കഴിയുമ്പോൾ 7 കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാല് ഇത്രയും സാധനങ്ങൾ ആ പ്ലേറ്റിൽ ഉണ്ടാകണം. അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
അതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ് അല്ലേ? സെക്കൻഡ് വൺ ലീഫി വെജിറ്റബിൾസ്, തേർഡ് വൺ മിനറൽസ്, വൈറ്റമിൻ, then fourth one കാൽഷ്യം, vitamins, sixth one minerals, and last എന്താണ് ഫൈബറും വാട്ടറും. ഫൈബർ ആൻഡ് വാട്ടർ. അപ്പോ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു പ്ലേറ്റിലാക്കിയാൽ അത് നമ്മൾ കഴിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുവാണ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്താണ് എടുത്ത് വെക്കുക? ചോറ്, ചോറിന്റെ അളവ് എത്രയായിരിക്കണം? ശരിയായ അളവിൽ ഇവിടെ പറയുന്നുണ്ടല്ലേ? ഒരു ചെറിയ കപ്പ്, ഒരു ചെറിയ കപ്പ് ചോറ് മതിയാവോ അല്ലെ? ചോറ് കുറച്ചിട്ട് കൂടുതൽ ഇത്തിരി ബാക്കി കൂടുതലാക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ചോറിന് പകരം ഇവിടെ നമുക്ക് ചപ്പാത്തി വെക്കാം, അത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ തന്നെ ദോശ വെക്കാം, ഇഡലി വെക്കാം, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. ചോറ് വെക്കണം തന്നെ നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ചോറ് വെക്കാം. അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് എന്ത് വെക്കാം? പ്രോട്ടീന് പൾസസ് വെക്കാൻ പറ്റില്ല, ധാന്യങ്ങൾ വെക്കാൻ പറ്റില്ല. കടല വെക്കാം, പയറ് വെക്കാം, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അവർക്ക് എന്താണ് എഗ് വെക്കാം. ഓക്കെ, അപ്പൊ പ്രോട്ടീനായി. ദെൻ അതുപോലെ തന്നെ ഫാറ്റ്. നമുക്ക് ഫിഷ് വെക്കാൻ പറ്റില്ലേ? കുറച്ച് ഫാറ്റ് അധികം നമുക്ക് കിട്ടില്ലേ? കിട്ടും അല്ലേ? ഓക്കെ, ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ എന്ത് വെക്കാം? പനീർ വെക്കാം, തൈര്, ആ അതൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അല്ലേ? അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇത് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഇത് മൂന്നെണ്ണം എന്തിലുണ്ട്? വെജിറ്റബിൾസിലെ. വെജിറ്റബിൾസ് ഉണ്ടല്ലേ? നമുക്ക് എന്തെങ്കിലും തോരൻ കഴിക്കാം അതിന്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് സാലഡ്സ് ആയിട്ട് കഴിക്കാം അല്ലെ? ഇപ്പൊ കുക്കുംബർ, അതുപോലെ ക്യാരറ്റ്, അങ്ങനെയുള്ള ക്യാപ്സിക്കം, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മിക്സഡ് ആയിട്ട് ചെയ്തിട്ട്, അതായത് അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് കഴിക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും കിട്ടുന്നത്. ദെൻ വാട്ടർ. ഇപ്പൊ നിങ്ങളുടെ പ്ലേറ്റ് ഒന്ന് നിങ്ങൾ നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു? ഇത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ? ആണല്ലേ? കുറച്ച് ചിലപ്പോ ഹാർഡ് ആയിരിക്കും, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നമ്മൾ ചിലപ്പോ ഇന്ന് ചോറ് വെച്ച്, ഒരു കറി വെച്ച്, ചിലപ്പോ ഒരു തോരൻ വെച്ച്, അതായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ. പക്ഷെ അതിന്റെ കൂട്ടത്തില് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാല് വളരെയധികം എന്താ പറയാ മാറ്റങ്ങള് ലൈഫിൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇങ്ങനെ എത്ര പേര് കഴിക്കാറുണ്ട് ഡെയിലി? ഞാൻ കഴിക്കാറുണ്ടോ? അതെ അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയാണോ എല്ലാ സമയവും ഇങ്ങനെയാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തോ രാത്രി കഴിക്കുന്നത്? ചില ടൈമില് മാറ്റങ്ങൾ വരുത്തും. നമുക്ക് എല്ലാവരും ഒരേപോലെ കഴിക്കുമ്പോ പെട്ടെന്ന് മടുക്കൂലേ, അപ്പൊ ഞാൻ അങ്ങനെ ചിയാസീഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കഴിക്കും. ഫ്ലാക്സീഡ്
ചിയാസീഡ് അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പോ ദോശ നിങ്ങളുടെ ഭക്ഷണത്തില് ഒരു നേരമെങ്കിലും ഇങ്ങനെയുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോഴാണ് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നത്. ചോറിനില്ല, ഫില്ലാവും. ചോറ് തന്നില്ല, ചപ്പാത്തിയാണ്. ചപ്പാത്തി, റാഗി. ഓക്കെ. പിന്നെ അതുപോലെ ഫൈബർ എന്ന് പറഞ്ഞാൽ നമുക്ക് റാഗിയിലൊക്കെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. റാഗി ഐറ്റംസ് ഒക്കെ ഇല്ലേ, റാഗി വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം, ഇഡലി ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ദോശനായിക്കില്ല റാഗിയുടെ. അതെ. പിന്നെ ഓട്സ് വെച്ചിട്ട് നമുക്ക് പല പല എന്താ പറയാ ഉപ്പുമാവ്, ഉണ്ടാക്കാം. പുട്ട്, സ്മൂത്തി. പിന്നെ അതുപോലെ തന്നെ സൂപ്പുകൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത് വെജിറ്റബിൾ സൂപ്പ് അത് ആഴ്ചയിലൊരിക്കല് കഴിക്കും അല്ലേ. അപ്പൊ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാരും ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, പറ്റാവുന്നവര് ചെയ്യാം. നിങ്ങളുടെ ബോഡിക്ക് ചേഞ്ച് വരും കുറച്ച് ദിവസത്തിനുള്ളിൽ കേട്ടോ. ഓക്കെ. വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് 100 ഉണ്ടായിരുന്നതാ, ഇപ്പൊ 160 സംതിങ് ഉള്ളൂ. വെയിറ്റ് എത്രയാണ്? 100 ഉണ്ടായിരുന്നതാ. ഓക്കെ. ഇപ്പൊ 60. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് കൂടുതൽ എന്താ കിട്ടുക? എനർജി അല്ലേ. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒഴിവാക്കിയാൽ എന്താ ഉണ്ടാവുക? ചിലർ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കാറുണ്ട് അല്ലെ, ചോറും ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പൊ നമുക്ക് എനർജി കിട്ടില്ല അല്ലെ. നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും, ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ഓക്കെ. അപ്പോ എനർജി കിട്ടുന്നത് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ മുഴുധാന്യങ്ങൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട്. എനർജി നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കടലയുണ്ട്, പരിപ്പുണ്ട്, ചെറുപയറൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആണ്. ചെറുപയറുണ്ടല്ലോ, മുളപ്പിച്ച് ചെറുപയറൊക്കെ തിന്നാൻ മുളപ്പിച്ചിട്ട് തലേദിവസം മാറ്റിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ മീറ്റ്, അതുപോലെ തന്നെ പാല്, ഇതൊക്കെ പ്രോട്ടീന്റെ സോഴ്സ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫാറ്റ് നമുക്ക്, ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്ക് ഫിഷ് ഐറ്റംസിൽ കൂടുതലായിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഒലീവ് ഓയില്, കടുകെണ്ണ, അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് ഫാറ്റ് കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസ്, ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, അതിൽ നിന്നാണ് കൂടുതലായിട്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈറ്റമിൻസ്, അതായത് വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫൈബർ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ആ പെർസെൻറ്റേജ് ഒന്ന് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ പറയുന്നത് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 60 to 70%. 60 to 70%. 60 ആണ് മാം. 60. 60. അതാണ് കാർബോഹൈഡ്രേറ്റ് കേട്ടോ. 60 to 70%. Then 10 to 12% പ്രോട്ടീൻ ആണ്. 10 to 12% പ്രോട്ടീൻ. Then 20 to 25% fat. 20 to 25% fat. Okay.
നേരത്തെ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. 2 തരമുണ്ട്. ഒന്ന് ഫാറ്റ് സൊല്യൂബിൾ ഉണ്ട്, മറ്റേത് വാട്ടർ സൊല്യൂബിൾ ആണ് അല്ലെ. ഓക്കെ, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങള്? വെള്ളത്തിൽ അതാണോ വാട്ടർ സൊല്യൂബിൾ? BC ആണ് കേട്ടോ, BC. ഫാറ്റ് സൊല്യൂബിൾ ആണ് ADEK. ഓക്കെ, വാട്ടർ സൊല്യൂബിള് BC ആണ്, ഫാറ്റ് സൊല്യൂബിള് ADEK ആണ്. ADEK. ഓക്കെ, ഇനി ചില വൈറ്റമിൻസ് ഉണ്ട്. ആ വൈറ്റമിൻസില് വൈറ്റമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വൈറ്റമിനെ കണ്ണിന്റെ കാഴ്ചക്ക് അല്ലെ, കാഴ്ചശക്തിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് അല്ലെ. കുട്ടികൾക്ക് 5 വയസ്സ് വരെ വൈറ്റമിൻ എ 6 മാസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട് അല്ലെ. കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ വൈറ്റമിൻ എ? അവരുടെ കാഴ്ചശക്തിക്ക് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കണ്ണിന് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് കണ്ണിനും കരളിനും എന്നാ പറയാ. കണ്ണേ കരളെ എന്നാ വിളിക്കുക. അങ്ങനെ ഒരു കോഡൊക്കെ ഉണ്ട് വൈറ്റമിൻ എ, കണ്ണേ കരളെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്തിലാ? തവിട് കളയാത്ത അരിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്താണ് കാണപ്പെടുന്നത് കേട്ടോ, വൈറ്റമിൻ ബി. ഓക്കെ, വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണെങ്കിലോ നാരങ്ങ, ഓറഞ്ച്. സിട്രസ് ഫ്രൂട്ട്സിലാണ് അല്ലെ. പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുക. അതിനകത്ത് നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം, തക്കാളി, ഇതൊക്കെ വൈറ്റമിൻ സിയുടെ സോഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ മോണയുടെ ഹെൽത്തിന് നല്ലതാണ്. പല്ലിന്റെ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ മോണ, അതിന് കൂടുതലായിട്ട് നല്ലതാണ്. വൈറ്റമിൻ ഡി എവിടെ നിന്നാ കിട്ടാൻ നമുക്ക്? വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലെ. വൈറ്റമിൻ D3 നമ്മൾ ചെക്ക് ചെയ്യാറുണ്ടോ നിങ്ങള്? വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാറുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. മിക്കവർക്കും കുറവായിരിക്കും വൈറ്റമിൻ ഡി. എന്തുകൊണ്ടാ? വെയിൽ കൊള്ളാറില്ല അല്ലേ. മുമ്പൊക്കെ ആയിരുന്നു എന്താണ്, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ധാരാളം കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പാടത്തും പറമ്പിലൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് വണ്ടി ഉണ്ടാകും അല്ലെ, സ്കൂട്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ കൊട ചൂടിയായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ തീരെ വെയിൽ കൊള്ളുന്നില്ല. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവ്, അല്ലെങ്കിൽ എന്താ പറയാ, അത്തരത്തിലുള്ള ആ ഒരു വൈറ്റമിന്റെ കുറവ് മൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറയും. പ്രോട്ടീൻ ആണ് ബോഡി ബിൽഡർ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കട്ടെ, ഇതിനകത്ത് അതൊക്കെ വരുന്നേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ എഗ്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങള്, അതൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോഴ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഇന്ന് എടുത്ത കാര്യങ്ങളെ കുറിച്ച് ഒരാൾക്കൊന്ന് വൈൻഡപ്പ് പോലെ പറയാമോ? കൺക്ലൂഡ് ചെയ്ത് പറയാമോ ആർക്കെങ്കിലും? ആരെങ്കിലും റെഡിയാണോ പറയാനായിട്ട്? പറയട്ടെ. പറഞ്ഞോളൂ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ്, വെള്ളം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, പിന്നെ മിനറൽസ്, വൈറ്റമിൻസ്, ബാലൻസ്ഡ് ഡയറ്റ്, ഇതിനെ കുറിച്ചൊക്കെ. അത്രേ ഉള്ളൂ. പേരെന്തായിരുന്നു? ജിഷ. ജിഷ. മൈക്രോ ന്യൂട്രിയൻസ്
മാക്രോ എന്ന് വെച്ചാൽ ലെവൽ കൂടുതലുള്ള, അളവ് കൂടുതലുള്ള. മൈക്രോ എന്ന് വെച്ചാൽ അളവ് കുറവുള്ളത് ന്യൂട്രിയൻസ്. ന്യൂട്രീഷൻ 2 ടൈപ്സ്. വാട്ടറിന്റെ ഫങ്ഷൻസ്, പിന്നെ മിനറൽസിന്റെ 2 ടൈപ്പ്, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു തന്നു. പിന്നെ ബാലൻസ് ഡയറ്റ്, അതിനകത്ത് എത്രയൊക്കെ അളവ് വേണം അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ വിറ്റാമിന്റെ 2 ടൈപ്പ്, വിറ്റാമിന്റെ 2 ടൈപ്പ്, ഫാറ്റ് സൊല്യൂബിളും വാട്ടർ സൊല്യൂബിളും, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു തന്നു. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒക്കെ പെർസെന്റേജ് പറഞ്ഞിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് 60 to 70% ആണ്, പ്രോട്ടീൻ 10 to 12% ആണ്, ഫാറ്റ്സ് 20 to 22%, 20 തൊട്ടിട്ട് 22% ആണ്. പിന്നെ വിറ്റാമിൻ 2 തരത്തിലുണ്ട്. വിറ്റാമിൻ വാട്ടർ സൊല്യൂബിളും ഫാറ്റ് സൊല്യൂബിളും 2 തരത്തിലുണ്ട്. അതിൽ വിറ്റാമിൻ ബി സി എന്ന് പറയുന്നതാണ്. പിന്നെ ഫാറ്റ് സൊല്യൂബിൾ ADEK. പിന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, പ്രോട്ടീൻ, ഇതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചെന്ന് മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ട് വരിക. വൈറ്റമിൻസ് ഉണ്ടല്ലോ, അതിന്റെ കെമിക്കൽ നെയിം കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, സി, ഡി, അങ്ങനെ കുറെ അധികം ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും കെമിക്കൽ നെയിം കണ്ടുപിടിച്ചിട്ട് വരിക. ഓക്കെ ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ? നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇല്ലെന്നാണ്, നിങ്ങളുടെ ബാച്ചിന് ആദ്യം ഇല്ലെന്നാണ് വിചാരിച്ചത്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻട്രൊഡക്ഷനില് ക്ലാസ്സിൽ ഞാൻ ഉണ്ടാവില്ല ബാച്ചിൽ നിന്ന്, പക്ഷെ ബാച്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതാണെന്ന് വന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ടീച്ചർ ഫുൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാൽ മതിയോ? ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. നിങ്ങൾ ഇംഗ്ലീഷിലെ കുറച്ചും കൂടി നല്ലത് കെമിക്കൽ നെയിം എഴുതാനായിട്ട്. കെമിക്കൽ നെയിം എന്ന് വെച്ചാലേ ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. റെറ്റിനോൾ. B1 റൈബോഫ്ലാവിൻ, B2 നിയാസിൻ, അങ്ങനെ പറഞ്ഞിട്ട് കെമിക്കൽ നെയിംസ് ഉണ്ട്. അത് എഴുതിയാൽ മതി. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആണ്. വൈറ്റമിൻ സി അബ്സോർബിക് ആസിഡ് ആണ്. അങ്ങനെ കെമിക്കൽ നെയിംസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുക, ഗൂഗിളിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിക്കൊണ്ട് വന്നാൽ മതി. ഇനി നെക്സ്റ്റ് വീക്ക് ആണ് എന്റെ ക്ലാസ് വരുന്നത്, അടുത്ത വ്യാഴാഴ്ച. അപ്പോ ആ സമയത്തിനുള്ളിൽ എഴുതി കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. പോകുന്നതിന് മുമ്പ് സൈൻ ഔട്ട് ചെയ്യണം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? എനിക്ക് താങ്ക് യു പറയണ്ടേ? സ്കൂൾ ക്ലാസ്, ഓൾ ക്ലാസ്സിന് താങ്ക് യു പറയണ്ടേ? താങ്ക് യു മാം. ഹലോ, സൈൻ ഔട്ട് ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഒരു കാര്യം പറയാനായിരുന്നു ടീച്ചറെ. ഈ ക്ലാസ്സുകൾ ഇത്രയും സ്റ്റുഡൻസിലെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയാനായിരുന്നു. സ്റ്റുഡൻസിന്റെ മാത്രം. അല്ല, ഞാന് ഇപ്പോഴാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നത്. നേരത്തേക്ക് എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യുമെന്ന് വെക്കാൻ വേണ്ടിട്ടായിരുന്നു. ആരാ തുടങ്ങിയത്? ഓക്കെ ഓക്കെ. നമ്പർ ഒന്ന് എന്റെ നമ്പറിലേക്ക് ഒന്ന് ഹായ് അടിക്കോ? ഓക്കെ, ചെയ്യാം. താങ്ക് യു. വെൽക്കം. അപ്പോ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഗ്രൂപ്പില് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആരാണ് പ്രയർ ചെയ്യേണ്ടത്, സൈൻ ഇൻ ചെയ്യേണ്ടത്, സൈൻ ഔട്ട് ചെയ്യേണ്ടത്, തോട്ട് ആരാണ് എന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഓരോരുത്തരും ഓരോ ദിവസവും മാറി മാറി അത് ചെയ്യുക കേട്ടോ. അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ആരാണ് ചെയ്യേണ്ടതെന്നൊന്ന് നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ എടുത്തു തുടങ്ങാം. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗം നമ്മൾക്ക് എടുത്തു തുടങ്ങാം.
ഓക്കെ, ഇന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള അവയർനെസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു എന്താ പറയാ ബേസിക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ, താങ്ക് യു. Thank you, teacher. താങ്ക് യു മിസ്. താങ്ക് യു മാം. ക്ലാസ് എടുത്തവർക്ക് ഞങ്ങളുടെ നന്ദി. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ടീച്ചർ. കാണാം കേട്ടോ. ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് വരിക. ഓക്കെ.